പ്രൈസ് ഗാഡ്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അതിന് മുകളിൽ നമ്മൾ കാണുവാനിടയായി തന്നത് ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടത് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രിയിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് മോശയുടെ 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ. തൻ്റെ മുൻപിൽ വന്നുമായിരിക്കുന്ന വിഷയത്തെ ഒന്നിനെ തള്ളിക്കൊണ്ട് മറ്റൊന്നിനെ താൻ തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. ഒന്ന് താൻ തള്ളുവാനിടയായിത്തീർന്നത് ഫറവോൻ്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളവിടെ കാണുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുവാനിടയായിത്തീർന്നു. ഫറവോൻ്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുവാനുള്ള കാരണം അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് എന്ന് വിളിക്കപ്പെടുവാൻ ഈ മോശ വളരെയധികമായിട്ട് ആഗ്രഹിച്ചു. നമ്മൾ കണ്ടത് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ അതല്ല താൻ ആഗ്രഹിച്ചത്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. 3ാമത്തെ തിരഞ്ഞെടുപ്പിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്നത്. വേഴ്സ് 26 അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആ പർട്ടിക്കുലർ വിഷയമാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ മോശയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുന്നു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ. അപ്പോൾ മിസ്രൈമിലെ നിക്ഷേപമല്ല മോശ ആഗ്രഹിച്ചത്, ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാനായിട്ട് മോശ ആഗ്രഹിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് മിസ്രൈമിലെ നിക്ഷേപമല്ല മോശ ആഗ്രഹിച്ചത്, ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാൻ മോശ ആഗ്രഹിച്ചു. ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി, മിസ്രൈമിലെ നിക്ഷേപം എന്താണ്? മിസ്രൈമിലെ നിക്ഷേപം ഒന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ തൻ്റെ ലോകത്തിൻ്റെ മോഹം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് ഈ വചനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം, ലോകത്തിൻ്റെ പാപങ്ങളെ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നു ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും വഞ്ചിക്കുവാനിടയായിത്തീർന്ന ആ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ആ വൃക്ഷഫലം കാണാൻ നല്ലത്, 2 കാണാൻ ഭംഗിയുള്ളത്, 2 തിന്മാൻ നല്ലത്, 3 ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പോൾ ഇതിനകത്ത് 3 പാപങ്ങളും അതിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്നു. ഈ തിന്മാൻ നല്ലതെന്ന് പറയുന്നത് ജഡമോഹത്തെ വെളിപ്പെടുത്തുന്നു. കാണാൻ ഭംഗിയുള്ളത് എന്ന് പറയുന്നത് ലോകത്തെ വെളിപ്പെടുത്തുന്നു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് പറയുന്നത് സ്വയ പ്രൈഡിനെ വെളിപ്പെടുത്തുന്നു. ഈ 3 കാര്യങ്ങളാണ് ലോകത്തിൻ്റെ പാപങ്ങൾ കാണുവാൻ സാധിക്കുമെങ്കിൽ, അരിമരക്ഷിതാവായ യേശു ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിന് മുമ്പിൽ വന്ന പരീക്ഷയും ഇത് 3 തന്നെയായിരുന്നു. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് വന്നിട്ട് പറഞ്ഞു, കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ജഡത്തിൻ്റെ ഹിതത്തെ അവിടെ വെളിപ്പെടുത്തി. ജഡത്തിൻ്റെ ആഗ്രഹം, ജഡമോഹം. 2, ഈ ലോക രാജ്യങ്ങളൊക്കെയും കാണിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ ഒന്ന് മുട്ടുമടക്കിയാൽ ഞാനിത് മുഴുവൻ നിനക്ക് തരാം. അത് കൺമോഹത്തെ വെളിപ്പെടുത്തുന്നു. 3ാമതായിട്ട് കർത്താവായ യേശുവിനോട് പറഞ്ഞു, ആലയത്തിന് മുകളിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ചാടുവാൻ പറഞ്ഞത് ചുറ്റുപാട് നിൽക്കുന്ന ജനം ഒന്ന് മനസ്സിലാക്കും, ഈ യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തുവാനാണ്. അതാണ് ജീവനത്തിൻ്റെ പ്രതാപം. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പരീക്ഷകൾ 3ഉം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഞാൻ ഈ പ്രത്യേകമായ വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു. മോശയുടെ ജീവിതത്തിലും ആദ്യമായിട്ട് കടന്നു വന്നത് ഈ 3 പരീക്ഷകളാണ്. എന്താണ് മോശയുടെ മുമ്പിൽ 1ാമത്തെ പരീക്ഷ വന്നത്? ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് മോശ നിരസിച്ചു. അതായത് ജീവൻ്റെ പ്രതാപം. 2ാമതായിട്ട് മോശയെക്കുറിച്ച് പറയുന്നു, പാപത്തിൻ്റെ തൽക്കാല ഭോഗം മോശ ആഗ്രഹിച്ചില്ല. അതാണ് ജഡമോഹം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെ വേണ്ടെന്ന് വെച്ചു. അതാണ് കൺമോഹം. നമ്മൾ മനസ്സിലാക്കണം, ഈ 3 പരീക്ഷകളും ഇതുപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക.
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ അതൊരു വൃക്ഷഫലമായിരുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അത് 3 വ്യത്യസ്തമായിരിക്കുന്ന പരീക്ഷകളായിരുന്നുവെങ്കിൽ, മോശയുടെ ജീവിതത്തിലും 3 വ്യത്യസ്തമായിരിക്കുന്ന രീതികളിലാണ് ഇത് വെളിപ്പെടുവാനിടയായിത്തീർന്നത്. ആഫ്റ്റർ ഓൾ, ഈ സകല പരീക്ഷയും നമ്മൾ പഠിക്കുന്നുവെങ്കിൽ അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഈ 3 കാര്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, എനിക്കും നിങ്ങൾക്കും എൻ്റെയും നിങ്ങളുടെ മുൻപിൽ ഉള്ളതായിരിക്കുന്ന ഒന്നാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതിനകത്ത് നമ്മൾ വീണുപോയാൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്കും നിങ്ങൾക്ക് ഉയരുവാനായിട്ട് സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം ഇപ്രകാരമാണ്: മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. മിസ്രൈമിലെ നിക്ഷേപം ലോകമാകുന്നുവെങ്കിൽ, ലോകത്തിൻ്റെ ആഗ്രഹത്തെ മോശ വേണ്ടെന്ന് വെച്ചു ക്രിസ്തുവിൻ്റെ നിന്നയാണ് താൻ തിരഞ്ഞെടുക്കുവാനിടയായി. ഞാൻ ആ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടന്നു വരുന്നതായിരിക്കും. ലോകത്തിൻ്റെ മോഹം വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിൻ്റെ നിന്ന മോശ ഏറ്റെടുക്കുവാൻ കാരണമായി തീർന്നു. ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദാസനായിരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അതാണോ ഞാൻ കോട്ട് ചെയ്യുവാൻ പോകുന്ന വാക്യം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. മോശ ലോകത്തെ ജയിക്കുവാൻ കാരണമായി തീർന്നത് വിശ്വാസത്താൽ. നമുക്ക് അറിയാം, വിശ്വാസത്താൽ മോശ എടുത്തുമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. മോശ കുറച്ച് തെരഞ്ഞെടുത്തു. അതിലൊന്ന്, ലോകം വേണ്ടെന്ന് മോശ വെച്ച് ക്രിസ്തുവിൻ്റെ നിന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് മോശയുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ് മോശയെ ആ പ്രത്യേക ലെവലിലേക്ക് മാറ്റുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന പോയിന്റ്, 1-ാമത്തെ പോയിന്റ്: എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസമായിരിക്കും, ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കും ലോകമോഹം വേണ്ടെന്ന് വെക്കുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ ജഡത്തിൽ എത്രത്തോളം ഈ ലോകത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരണമായിട്ട് ലോകത്തിന് പിന്നാലെ നമ്മൾ കടന്നു പോകും. എന്നാൽ വിശ്വാസം ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവിടെയാണ് അവൻ മനസ്സിലാക്കുന്നത്, ഇത് എനിക്ക് പറ്റത്തില്ല, വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ മാറ്റി വേർപെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്നത് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയട്ടെ, വിശ്വാസമില്ലാതെ എത്രമാത്രം പുറമേ ചില ചട്ടങ്ങൾ, പ്രമാണങ്ങൾ ആചരിച്ചുകൊണ്ട് എന്തെല്ലാം മാറ്റിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ഉള്ളം കൊണ്ട് അത് മാറ്റപ്പെട്ടിട്ടില്ല. ഉണ്ടാകേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ ലോകത്തിൻ്റെ മോഹത്തെ വിട്ടുമാറുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ നിയമം പഴയ നിയമം തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രവർത്തിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്നല്ല, നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ കഴിവുകൊണ്ടല്ല നീ ഇത് ചെയ്യുന്നത്, പിന്നെയോ നിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ തന്ന് എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാതെ ക്രിസ്തീയ ജീവിതം സന്തോഷപ്രദമാകുകയില്ല. ഇന്ന് വൈകിട്ട് ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഞാൻ ഇപ്രകാരം മെഡിറ്റേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ മെഡിറ്റേഷനിൽ ഒരു കാര്യം ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ജീവിതത്തിൽ വേണ്ടത് മറ്റൊന്നുമല്ല, എന്തെങ്കിലും പുറമേ ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്, പിന്നെയോ എൻ്റെ ഉള്ളിലെ സന്തോഷം കൊണ്ട് ചിലത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ അതിനാണ് യഥാർത്ഥമായിരിക്കുന്ന റിയാലിറ്റി ഉള്ളത്. മറ്റത് ഒരു റൊട്ടീനായി മാറ്റും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, മറ്റതൊക്കെ ഒരു റൊട്ടീനായിരിക്കും. പള്ളിയിൽ വരുന്നുണ്ട്, ബൈബിൾ ക്ലാസ് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഒരു റൊട്ടീനായി മാറ്റപ്പെടുവാൻ സാധിക്കും. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വന്നിട്ട് എന്നെ അതിനുവേണ്ടി ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ, പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ വരാത്തിടത്തോളം കാലം ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒരാൽ
ആത്മീയനായിട്ട് എനിക്ക് നിങ്ങൾക്ക് തീരുവാൻ സാധ്യമല്ല. നമ്മൾ പിന്നെ ആരായി മാറ്റപ്പെടുവാൻ സാധിക്കും? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ സാധിക്കുന്നുള്ളൂ. ഒരാത്മീയനായി മാറ്റപ്പെടണമെങ്കിൽ, ആത്മീയനായി വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും എഫേർട്ട് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, പിന്നെയോ ദൈവം എന്നെ പുഷ് ചെയ്ത് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണോ അനുഗ്രഹമെന്ന് പറയുന്നത്. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഒരു ദൈവ പൈതൽ കടന്നു വരേണ്ടത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ മോശയുടെ ജീവിതത്തിലും എന്ത് പരീക്ഷ കടന്നു വന്നു. ലോകമയത്വം തൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ, ലോകത്തിൻ്റെതായ ഇമ്പം തൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ മോശ ഒരു കാര്യം തിരഞ്ഞെടുത്തു. വിശ്വാസത്താൽ ലോകം വേണ്ടെന്ന് തിരഞ്ഞെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ലോകം വേണ്ടെന്ന് തിരഞ്ഞെടുക്കുക മാത്രമല്ല മോശ ചെയ്തത്. എന്തുകൊണ്ട് ലോകം വേണ്ടെന്ന് മോശ തിരഞ്ഞെടുത്തു? അതിന് ചില പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, മോശ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ നിപുണനായിരുന്നു. എല്ലാവിധമായിരിക്കുന്ന മിസ്രൈമരുടെ സകലവിധമായ ജ്ഞാനങ്ങൾ പഠിച്ചവൻ, ശരിയായിട്ട് വിദ്യാഭ്യാസമുള്ളവൻ, തെറ്റും ശരിയും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിവുള്ളവൻ. ആ കഴിവുള്ളവനാണ് തന്നെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനമെടുക്കുവാൻ കാരണമായി തീർന്നത്. ഇത് ഭോഷത്വത്തിൽ നിന്ന് കടന്നു വന്ന ഒരു തീരുമാനമല്ല, എന്തോ ആത്മീയ ഭ്രാന്ത് കൊണ്ട് വന്നൊരു തീരുമാനമല്ല. ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ, ആത്മീയ ഭ്രാന്തായിരുന്നില്ല അതിൻ്റെ പിന്നെയോ ആത്മീയമായിരിക്കുന്ന വെളിപ്പാടാണ് മോശ ഒരു തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നുവെന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നടക്കുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും പറയുവാൻ കാരണമായി തീരും, ഇവരൊരാത്മീയ ഭ്രാന്ത് പിടിച്ച കൂട്ടമാണ്, ശ്രദ്ധിച്ചോണേ. അവർക്കത് തോന്നും. പക്ഷെങ്കിൽ ഞാനും നിങ്ങൾ നടക്കുന്നത് ആത്മീയ ഭ്രാന്ത് പിടിച്ചിട്ടല്ല. ഒരു കാര്യം സത്യമാണ്, ആത്മനിറവുള്ളവൻ ആര് തന്നെയാണ്. ഒരു മത്തനെ പോലെയാണ് അവൻ ജീവിക്കുന്നത്. അവനെ ആരോ നടത്തിക്കൊണ്ടു പോകുക. ശ്രദ്ധിക്കണം ഈ വേർഡ്. ഒന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസത്താൽ ലോകമോഹത്തെ വിട്ടോടുവാൻ മോശയ്ക്ക് സാധ്യമായി. ഒന്ന് ഞാൻ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മിസ്രൈമിൻ്റെ നിക്ഷേപം വേണ്ടെന്ന് മോശ വെക്കുവാനുള്ള കാരണം എന്ന്. എന്താണ് ദ ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ്? പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണുവാൻ സാധിക്കും. ദ ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ്. ഫറവോൻ്റെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത് നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ട് 2 വിടുതലാണ് അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചത്. 2 വിടുതൽ അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, വാസ്തവത്തിൽ അവരുടെ വിടുതൽ പ്രാപിച്ച സമയമെന്ന് പറയുന്നത്, ഒന്ന് വായിച്ചോട്ട് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ജോഷുവ chapter 5 verse 9. ജോഷുവ chapter 5 verse 9. ശ്രദ്ധിക്കുക, യഹോവ യോശുവയോട് പറയുക. നമ്മൾ വായിക്കുന്നത് ദ ബുക്ക് ഓഫ് ജോഷുവ chapter 5 verse 9. അവിടെ ദൈവം യോശുവ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, യഹോവ ഇന്ന് മിസ്രൈമ്യരുടെ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സമയത്താണ് മിസ്രൈമ്യരുടെ നിന്ന് ദൈവം ഉരുട്ടിക്കളയുവാനിടയായി തീർന്നത്. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? വായിച്ചിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 3. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഫറവോന് പറയുവാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്, വാസ്തവത്തിൽ അവർ മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, അവരെ വിളിച്ചുകൊണ്ടത് വാഗ്ദത്ത കനാൻ നാട്ടിലേക്കാണെങ്കിലും ഫറവോൻ്റെ മുൻപിൽ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് പോകുന്നുവെന്നുള്ളതല്ല വിഷയം. മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുക. ഈ മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നുള്ള വാക്കിന് ഒരു മാറ്റം വന്ന സമയമാണ്. യോശുവ ഗിൽഗാലിൽ വെച്ച് ദൈവത്തിൻ്റെ ജനത്തിന് വാഗ്ദത്ത ദേശം അവകാശമായി കൊടുത്തപ്പോൾ മിസ്രൈമ്യരുടെ നിന്നയെ ദൈവം പരിപൂർണമായി മാറ്റി.
നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വരെ അതിൻ്റെ നിന്ദയുടെ അനുഭവം ഉണ്ടായിരുന്നു. മിസ്രയീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് കാര്യങ്ങളാണ് ദൈവജനത്തിന് അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒന്ന്, ഫറവോൻ്റെതായിരിക്കുന്ന അടിമത്വം. രണ്ട്, മിസ്രയീം അവർക്ക് കീഴ്പ്പെട്ട് അവർ മിസ്രയീമിന് കീഴ്പ്പെട്ടിരുന്നു. മിസ്രയീം ഫറവോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പിശാചിന് സിംബോളിക്കായിട്ട് കാണിക്കുന്നു, സൈറ്റൻ സിംബോളിക്. എന്നാൽ ഈ മിസ്രയീം എന്നുള്ളത് ലോകത്തിന് സിംബോളിക്കായിട്ട് കാണിക്കുന്നു. അപ്പോൾ ലോകത്തെയും പിശാചിനെയും ഇതിനെ രണ്ടിനെയും വിട്ടേച്ചാണ് ദൈവജനം ഇറങ്ങിത്തിരിക്കുവാൻ കാരണമായി തീർന്നത്. ഇത് രണ്ടും അവരുടെ അടുക്കൽ നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ഇതിൽ നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും മരുഭൂപ്രയാണത്തിൽ അവർ പാപം ചെയ്യുവാനുള്ള കാരണം അവരുടെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരണമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇന്നും ദൈവത്തിൻ്റെ മക്കൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അവർ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുന്നുണ്ട്, ലോകത്തിൻ്റെ കെട്ടിൽ നിന്ന് അവർ പൊട്ടുന്നുണ്ട്. എന്നാൽ വീണ്ടും പാപം കടന്നു വരുവാനുള്ള കാരണം നമ്മുടെ ജഡം അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രവർത്തനം കടന്നു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് അതിന് സിംബോളിക്കായിട്ട് കൊടുത്തത്. എങ്കിൽ ഇവിടെ ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അധീന പിശാചിൻ്റെയും ലോകത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് വിട്ടുമാറ്റപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറ്റപ്പെട്ട പൂർണ്ണമായിട്ട് വിജയം കണ്ടെത്തിയ സമയം എന്ന് പറയുന്നത് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത നാട്ടിൽ അവർ കാലെടുത്ത് വെക്കുമ്പോഴാണോ അത് സംഭവിച്ചത്. ഇവിടെ വെച്ച് ദൈവം അവരുടെ നിന്ദകളെ പരിപൂർണമായിട്ട് മാറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഈ മിസ്രയീം ലോകത്തെ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ മോശ എന്തുകൊണ്ട് മിസ്രയീമിലെ നിക്ഷേപം സ്വീകരിച്ചില്ല എന്നുള്ളതിനോ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മോശ ഒരു കാര്യം മനസ്സിലാക്കി. നോട്ട് ചെയ്താട്ട്, ദ ഫസ്റ്റ് പോയിന്റ്, വേൾഡ്ലി ട്രഷേഴ്സ് ആർ ടെമ്പററി. ഒന്ന്, മോശ മനസ്സിലാക്കി ഈ മിസ്രയീമിലെ നിക്ഷേപം എന്നുള്ളത് വെറും താൽക്കാലികം മാത്രമാണ്, വെറും താൽക്കാലികം മാത്രം. ഈ മിസ്രയീം വിട്ടുപോകുന്നതോടുകൂടെ ഈ നിക്ഷേപങ്ങളെല്ലാം വിട്ടുപോകണം. വായിച്ചോട്ടെ, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 17. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 17, 17ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക, ആ വേർഡ് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. അപ്പോൾ ധനത്തിന് എന്തില്ലെന്ന് അവിടെ പറയുന്നത്? നിശ്ചയമില്ല, ഒരു ഷുവറിറ്റിയുമില്ല. അതിനൊരു നമ്മുടെ കയ്യിൽ ഇരിക്കുമെന്നോ നമുക്ക് പറയുവാൻ സാധ്യമല്ല. നിശ്ചയമില്ലാത്തൊരു ധനത്തിലല്ല, നമുക്കതിനെക്കുറിച്ചൊരു ഉറപ്പില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് ദൈവമക്കളായി ജീവിക്കുന്ന സമയത്ത് പണം വേണം, ധനം വേണമെന്നുള്ളത് ഒരു സത്യമായ വിഷയമാണ്. ധനം സമ്പാദിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ നിശ്ചയം ധനത്തിലാകുവാൻ, എൻ്റെ കൺഫർമേഷൻ, എൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാട്, എൻ്റെ ട്രഷർ അതിനകത്താകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? അതിൻ്റെ അതേ ചാപ്റ്റർ വേഴ്സ് നമ്പർ 7 ഒന്ന് വായിച്ചോട്ടെ, 7ാമത്തെ വാക്യം കൂടെ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാനും പോകുന്നില്ല. അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം കാലമാണോ എനിക്കും നിങ്ങൾക്കും ധനത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്? അതൊരാവശ്യമായിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ജോലി ചെയ്യരുതെന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അതിനുവേണ്ടി അധ്വാനിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ എൻ്റെ വിഷയമെന്ന് പറയുന്നത് നിശ്ചയമില്ലാത്ത ധനത്തിലാകരുത് എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഈ മിസ്രയീമിലെ നിക്ഷേപമെന്ന് പറയുന്നത് താൻ ആസ്ഫാസ് ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം, ഈ മിസ്രയീമിൽ താൻ ആയിരിക്കുന്നിടത്തോളം കാലം ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. പക്ഷേ ഇതിന് ശേഷമായിട്ട് ഇത് ഒരു രീതിയിലും തന്നെ സഹായിക്കില്ലെന്ന് താൻ മനസ്സിലാക്കി. രണ്ടാമത്തെ വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം, രണ്ടാമത്തെ വിഷയം നോട്ട് ചെയ്താട്ട്, ദ വേൾഡ്ലി ട്രഷേഴ്സ് ആർ ഡിസെപ്റ്റീവ്. അത് വഞ്ചിക്കുന്നതാണ് വേൾഡ്ലി ട്രഷേഴ്സ്. അത് വഞ്ചനയുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ ഈ വേർഡ് പറഞ്ഞു? വായിച്ചോട്ട്, റെവലേഷൻ ചാപ്റ്റർ 3, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 3
വേഴ്സ് നമ്പർ 17. നിങ്ങൾ മനസ്സിലാക്കണം, ലവോദിക്യ സഭ സ്വയമായിട്ട് പറയപ്പെടുന്ന ഒരു വേർഡാണ് നമ്മൾ വായിച്ച് കേട്ടത്. ആ വാക്യപ്രകാരം പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല. വാസ്തവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലവോദിക്യ സഭയുടെ ഈ ഫൈനാൻഷ്യൽ അബണ്ടൻസ് അവരെ ഒരു രീതിയിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവരൊരു വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്താണ് വഞ്ചന എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ദൈവം ആ സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ ആര്? നീ കുരുടനാണ്, നീ ദരിദ്രനാണ്. അപ്പോൾ അവരുടെ സെൽഫായിട്ട് അവർക്കൊരു ചിന്തയുണ്ടായി. അവർ സമ്പന്നരെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അവരെ നോക്കി പറയാനുള്ളത്, നിങ്ങൾ സമ്പന്നരല്ല, നിങ്ങൾ ദരിദ്രരാന്നാ. അപ്പോൾ എന്തായിരുന്നു വാസ്തവത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ട് സംഭവിച്ചത്? സമ്പത്ത് അവരെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരിക്കൽ ചിന്തിക്കുകയുണ്ടായി, ധനവാനായിരിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് നരകത്തിൽ പോയി. നമ്മൾ അന്ന് കണ്ട ഒരു കാര്യമുണ്ട്. ധനവാന്റെ ഒരു പ്രത്യേകത, ആ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ധനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് സമ്പത്തുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ധനവാൻ ഒരുപക്ഷെ തനിക്ക് തന്നെ ചിന്ത കാണുമായിരിക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ സമ്പന്നനായത്. പക്ഷെങ്കിൽ അവൻ വേണ്ടുന്നത് എന്തെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അവൻ്റെ സമ്പത്ത് അവന് ഉപകാരപ്രദമായി വന്നില്ല. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. എന്താണ് ഇവിടുത്തെ വിഷയം? ഇത് തന്നെയാണ് ലവോദിക്യ സഭയ്ക്കും പറയുവാനുള്ളത്. ഞാൻ സമ്പന്നനാണ്, എനിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഈ ഭൂമിയിലെ സമ്പത്തെന്ന് പറയുന്നത് ഒരു രീതിയിൽ യഥാർത്ഥമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കാതെ പോകുന്നുവെങ്കിൽ അത് വഞ്ചിക്കുന്ന ഒന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. അത് വഞ്ചിക്കുവാനിടയായി തരും. എന്തുകൊണ്ട് ഞാനത് പറയുവാൻ കാരണമായി തീർന്നു? മൂന്നാമത്, എന്തുകൊണ്ട് മോശ ഈ മിസ്രൈമിലെ സമ്പത്ത് വേണ്ടെന്ന് വെച്ച് മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ദ തേർഡ് റീസൺ, നോട്ട് ചെയ്താട്ട്, ദ റിയൽ ട്രഷേഴ്സ് are the richness towards God. ദൈവികമായിരിക്കുന്ന സമ്പത്താണ് യഥാർത്ഥമായിരിക്കുന്ന സമ്പത്ത് എന്നുള്ളത് മോശ മനസ്സിലാക്കി. The real treasures are the riches towards God. Luke chapter 12 verse 21. ദൈവവിഷയമായി സമ്പന്നനാകാതെ, അവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ട് ആ ഉപമയുടെ അവസാനം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമായത്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് ധാരാളം വിളവുണ്ടായി. ആ വിളവിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം കൊണ്ട് യേശു കൺക്ലൂഡ് ചെയ്യുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ഇവിടെ ദൈവം, കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ചത്, ദ റിയൽ ട്രഷർ എന്ന് പറയുന്നത് ദൈവവിഷയമായിരിക്കുന്ന സമ്പന്നതയാണ്. എന്താണ് ദൈവവിഷയമായിരിക്കുന്ന സമ്പന്നത എന്ന് പറയുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 18. എന്താണ് ദ റിയൽ സമ്പത്ത്? നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. അപ്പോൾ നീ സമ്പന്നനാകണമെങ്കിൽ നീ വാങ്ങേണ്ട ഒരു കാര്യമുണ്ട്, തീയിൽ ഊതിക്കഴിച്ചൊരു പൊന്ന് മേടിക്കണം. അപ്പോൾ എന്താണ് ഈ തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുന്നത്? 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 1 Peter chapter 1 verse 7. 1 പത്രോസ് 1:7. അപ്പോൾ മനസ്സിലാക്കണം, എന്താണ് ദൈവസന്നിധിയിൽ സമ്പത്തെന്ന് പറയുന്നത്? വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറഞ്ഞാൽ എന്താ? തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്ന് ശുദ്ധി വരുത്തുന്നത് പോലെ ആയിരിക്കും വിശ്വാസത്തിൻ്റെ പരിശോധന കടന്നു വരുമ്പോൾ എന്നിലും നിങ്ങളിൽ കൂടെ സ്ഥിരത ഉളവാക്കുന്നത്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ശ്രദ്ധിക്കുക വേർഡ്. വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മൾ കൂടെ വെളിപ്പെടുമ്പോൾ അതാണ് നമ്മളെ സ്ഥിരതയിലേക്ക് നടത്തുന്നത്, നമ്മൾ സ്ഥിരമായി നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവൻ്റെ സമ്പത്തിൻ്റെ കാരണം അതാ. ഇതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ചോട്ട്, 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 2 Corinthians chapter 6 verse 10. 2 കൊരിന്ത്യർ 6:10. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ,
ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവ. ശ്രദ്ധിക്കുക വേർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ദരിദ്രനാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പലരെയും സമ്പന്നരാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത് എവിടുന്ന് സംഭവിക്കുന്നു? ഇവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസം വെളിപ്പെടുത്തുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, തൻ്റെ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങളുടെ മധ്യത്തിൽ ഒന്നുമില്ല എങ്കിലും ദൈവം ഉള്ളതുപോലെ നടത്തുവാൻ കാരണം ദൈവത്തിൻ്റെ പാദങ്ങളിൽ ഈ വ്യക്തി മുട്ടുകളെ മടക്കുമ്പോൾ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദൈവസന്നിധാനത്തിൽ ഞാൻ മുട്ടുകളെ മടക്കുമ്പോൾ എൻ്റെ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ നന്മകൾ ഞാൻ പ്രാപിക്കുവാൻ സാധിക്കും. ഞാൻ ഒന്നുമില്ലാത്തവനാ, പക്ഷേ എല്ലാം ഉണ്ട്. ഞാൻ ദരിദ്രനാണ്, പലരെയും സമ്പന്നരാക്കുന്നവർ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സമ്പന്നത വേണ്ടത് വിശ്വാസവുമായിരിക്കുന്ന ബന്ധത്തിൽ, വിശ്വാസത്തിൽ ഒന്ന് വളരുവാൻ സാധിക്കുമെങ്കിൽ, വിശ്വാസം നമ്മൾ കഴിഞ്ഞ നാളുകൾ പഠിച്ചതുപോലെ ആ വിശ്വാസം ശക്തിയുള്ള വിശ്വാസമാകുന്നുവെങ്കിൽ, അതൊരു സ്ട്രോങ് ഫെയ്ത്ത് ആകുന്നുവെങ്കിൽ, അതിനേക്കാൾ വലിയ സമൃദ്ധി മറ്റൊന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. മോശെ ഒരു കാര്യം മനസ്സിലാക്കി, നിശ്ചയമില്ലാത്തൊരു ധനത്തിലല്ല, ഈ മിസ്രൈമിൻ്റെ ഒരു നിക്ഷേപമല്ല എനിക്ക് വേണ്ടത്. പിന്നെയോ അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യുവാൻ പറ്റുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കാലങ്ങൾ മാത്രമേ അത് ആയിരിക്കത്തുള്ളൂ. എന്നാൽ അതിനപ്പുറമായിട്ട് നിൽക്കേണ്ടത് ഒന്നുണ്ട് എന്നുള്ളത് മോശെ മനസ്സിലാക്കി. എന്താ വേണ്ടിയത്? ദൈവവിഷയമായി സമ്പന്നനാകണമെന്നുള്ളത് മോശെ മനസ്സിലാക്കി. ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ ദിവസങ്ങളിൽ സമ്പത്തല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം. സമ്പത്തുണ്ടാകരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കും നിങ്ങൾക്കൂടെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന്മേലോ വിശ്വാസത്താൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അതിനേക്കാൾ വലിയ പദവി മറ്റൊന്നില്ല എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരപ്പെടുന്ന വിഷയത്തിന്മേലോ ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കത്തില്ലായിരിക്കാം, മറ്റു വല്ലതുമായിരിക്കാം, എന്നാൽ നിങ്ങൾ മുട്ടുകൾ മടക്കിക്കൊണ്ട് വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അവിടെ സംഭവിക്കുന്നത് സ്വർഗത്തിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ദൈവ വിഷയമായിരിക്കുന്ന സമ്പത്ത് എന്നിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമുണ്ട്. കാര്യങ്ങൾ ഉയർത്ത ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. മോശെ മനസ്സിലാക്കി. ഈ നിശ്ചയമില്ലാത്ത മോശെ മനസ്സിലാക്കിയത് മിസ്രൈമിലെ നിക്ഷേപങ്ങളല്ല. പിന്നീട് എന്താ താൻ തിരഞ്ഞെടുത്തത്? മിസ്രൈമിലെ നിക്ഷേപം വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. മോശെ തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ക്രിസ്തുവിനെ നിന്ന് താൻ തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വേർഡ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ വേർഡ് മോശെ തിരഞ്ഞെടുത്തത് കർത്താവായ യേശു ജനിക്കുന്നത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. 2000 കൊല്ലങ്ങൾ മുമ്പ് മോശെ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പാണ്. ക്രിസ്തുവിൻ്റെ നിന്നയാണ് തനിക്ക് വേണ്ടതെന്ന് താൻ തിരഞ്ഞെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിരഞ്ഞെടുക്കുമ്പോൾ നീ തികച്ചും 2000 വർഷം കഴിഞ്ഞിട്ടാണ് യേശു വെളിപ്പെടുവാൻ പോകുന്നത്. ഇത് 2000 വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യമാണെങ്കിലും അതിനു മുമ്പ് മോശെ ഒരു തിരഞ്ഞെടുത്തു. എന്താ വാക്കിൻ്റെ അർത്ഥം? ക്രിസ്തുവിൻ്റെ നിന്ന്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് മോശെ ക്രിസ്തുവിൻ്റെ നിന്ന് തിരഞ്ഞെടുത്തുവെങ്കിൽ എന്താണ് മോശെ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നത്? നിങ്ങൾക്ക് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. മോശയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് മോശയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഒരു വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് ആവർത്തന പുസ്തകം 18-ാം അധ്യായം, Deuteronomy chapter 18 verse number 15. മോശെ ഇപ്രകാരം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. Acts chapter 3 verse 22. ഇതേ സെയിം വേർഡ് പത്രോസ് ആവർത്തിക്കുകയാണ്. Acts 3:22. മനസ്സിലാക്കുക, മോശ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മോശ ഒരു സത്യം മനസ്സിലാക്കി. സ്വർഗത്തിലെ ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. അപ്പോൾ മോശ ഈ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ മോശയ്ക്ക് അറിയാം, കാലങ്ങൾക്ക് ശേഷം ദൈവത്താൽ ഐക്യപ്പെടുന്ന ഒരു അഭിഷക്തനുണ്ടെന്നും ആ അഭിഷക്തനാണ് വാസ്തവമായിട്ട് വിടുവിക്കുന്നതെന്നുള്ളതും
മോശയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 46-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 46. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. ശ്രദ്ധിക്കുക വേർഡ്. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആര്? മോശ. മോശ എഴുതിയത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാ. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യകാലങ്ങൾ മറഞ്ഞുകിടന്നൊരു മർമ്മമായിരുന്നുവെങ്കിലും സമയാസമയങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു മർമ്മമായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്നുള്ളത്. ഈ ഭൂമിയിൽ വരുമെന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ വന്ന് മരിക്കണം എന്നുള്ളതും യുഗങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാ. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തിലേക്ക് നോക്കിയാട്ട് അവർക്കും ഈ സത്യം നന്നായിട്ട് അറിയാമായിരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 Corinthians chapter 10 verse 4. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്, ഇസ്രായേൽ മക്കൾ മരുഭൂമി പ്രയാണത്തിൽ കൂടെ മോശയോട് ദൈവം കൽപ്പിച്ചു, ഈ പാറയോട് നീ കൽപ്പിക്കുക, അതിൽ നിന്ന് വെള്ളം പുറപ്പെടുമെന്ന് കൽപ്പിച്ചപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി, ആ പാറ എന്ന് പറയുന്നത് വെറും ഒരു പാറയായിരുന്നില്ല, അത് ക്രിസ്തുവായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തു അവരുടെ പിന്നാലെ അവരോടുകൂടെ നടന്നുകൊണ്ടിരിക്കുക. വേഴ്സ് 9, അതേ ചാപ്റ്റർ വേഴ്സ് 9, 9-ാമത്തെ വാക്യം. നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ പൗലോസ് പറയുന്നു, അവർ പരീക്ഷിച്ചു. ആരെ പരീക്ഷിച്ചു? കർത്താവിനെ. കർത്താവാര്? യേശു. അപ്പോൾ അന്ന് ഇസ്രായേൽ മക്കളെ അനുഗമിച്ച് നടന്ന പാറ എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കടന്നുപോയ ദൂതൻ എന്ന് പറയുന്നത് മറ്റാരും ആയിരുന്നില്ല, തൃത്വത്തിൽ 2-ാം ആളത്വമായിരുന്ന അരുമനാഥനാകുന്ന യേശുവായിരുന്നു. അന്ന് അവരത് മനസ്സിലാക്കി. പക്ഷേ ഇസ്രായേൽ മക്കൾ ഒന്നടങ്കം അത് മനസ്സിലാക്കിയില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ വീഴ്ച. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഈ മോശ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശയായിരുന്നപ്പോൾ മോശ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നത് മിസ്രൈമിൻ്റെ നിക്ഷേപമല്ല, ക്രിസ്തുവിൻ്റെ നിന്ദയാ. അന്നേ മോശ ഒരു കാര്യം മനസ്സിലാക്കി, ക്രിസ്തുവിൻ്റെ നിന്ദയാണോ തൻ്റെ ജീവിതത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. ഞാൻ മുൻപേ പറഞ്ഞ വിഷയങ്ങൾ കൂടെ നിങ്ങൾക്കറിയാം. മോശയുടെ ജീവിതത്തിൽ കടന്നു വന്ന പരീക്ഷയും, 2-ാം ആദമാകുന്ന യേശുക്രിസ്തുവിന് കടന്നു വന്ന പരീക്ഷയും, 1-ാം ആദമാകുന്ന ആദമിന് കടന്നു വന്ന പരീക്ഷയും നമ്മൾ ഒരുമിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഇതിനകത്ത് ഒരു സാമ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലെന്ന് പറയത്തക്കവണ്ണം നമുക്ക് മോശയെ കാണുവാൻ സാധിക്കും. അതാണ് മോശ പറഞ്ഞത്, എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. അപ്പോൾ മോശ തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ, നമ്മൾ എബ്രായലേഖനം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു വലിയ സത്യമാണോ, ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ സ്വീകരിക്കുവാൻ പറ്റാതിരുന്ന വിഷയമാണ് മോശയുടെ സ്ഥാനം യേശുവിന് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അവിടെയാണ് എബ്രായലേഖന കർത്താവ് വെളിപ്പെടുത്തിയത്, എൻ്റെ യേശു മോശയേക്കാൾ വലിയവനെന്ന് വെളിപ്പെടുത്തിയത്. അതാണ് മുൻപിലുള്ള ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി, അരുമനാഥനാകുന്ന യേശു കാലങ്ങൾക്ക് ശേഷം എപ്പോഴെന്ന് അവർക്ക് അറിയത്തില്ല, 2000 3000 കൊല്ലമോ ഒന്നും അറിയത്തില്ല. പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയാം, ഒരു മശിഹ ഈ ലോകത്തിൽ, ഒരു ക്രിസ്തു, ദി അനോയിന്റഡ് വൺ ഈ ഭൂമിയിൽ കടന്നു വരണമെന്നും അവൻ നിന്ദിക്കപ്പെട്ടത്, അവൻ ക്രൂശിക്കപ്പെട്ടത് ആവശ്യമാകുന്നുവെന്നുള്ളത് അന്നേ അവർക്കറിയാം. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? അന്ന് മോശ ഒരു കാര്യം തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കേണ്ടതായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിന്ന മോശ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ വേർഡ്, 2000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കേണ്ടതായിരിക്കുന്ന യേശു, അതിനുശേഷം യേശു അനുഭവിക്കേണ്ടതായിരിക്കും നിന്ന ഈ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ മോശ ആഗ്രഹിച്ചത്
ആ നിന്ന ഞാൻ ഏൽക്കുവാനായിട്ട് മോശെ ആഗ്രഹിച്ചു. ഇതാണ് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. മിസ്രൈമിലെ നിക്ഷേപമല്ല തൻ്റെ ജീവിതത്തിൽ വലിയത്, പിന്നെയോ ക്രിസ്തുവിൻ്റെ നിന്നയാണ് വലിയത്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഈ കൊട്ടാരത്തിൻ്റെ നിക്ഷേപമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടത്, എനിക്കും നിങ്ങൾക്കും തിരഞ്ഞെടുക്കണമെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ നിന്നയാണ്. എന്താ ക്രിസ്തുവിൻ്റെ നിന്നയെന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തൂടെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ്, ക്രിസ്തുവിൻ്റെ നിന്ന മോശ തിരഞ്ഞെടുത്തു. അതിന് വേണ്ട മീനിങ് എന്ന് പറയുന്നത്, മോസസ് വാസ് വില്ലിങ് ടു സഫർ ഫോർ ദ സേക്ക് ഓഫ് മെസ്സയ. മശിഹായ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ തക്കവണ്ണം മോശ തീരുമാനിച്ചു. അതാണ് മോശ ഒന്നാമത് തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കറിയാം, മോശയുടെ ജീവിതത്തെ ആ ഒരു പർട്ടിക്കുലർ കാഴ്ചപ്പാട്, മോശയുടെ മുൻപിൽ കൊണ്ടായിരുന്ന ഒരു തീരുമാനം, ആ തീരുമാനമാണ് തൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചത്. മോശ ആഗ്രഹിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല, ക്രിസ്തുവിൻ്റെ നിന്നയാണ് താൻ ചുമക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, കൊട്ടാരത്തിലെ നിക്ഷേപം വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ട് മാത്രം കാര്യം തീരത്തില്ല. തുടർന്ന് ഒന്ന് ഏറ്റെടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. കൊട്ടാരത്തിലെ നിക്ഷേപം വേണ്ടെന്ന് വെക്കുന്നതും അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ അതുകൊണ്ട് മാത്രമാകുന്നില്ല, ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമാണ് വളരെ ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാനുള്ള ഒരുക്കം, ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാനുള്ള ഒരു താല്പര്യം എനിക്കും നിങ്ങൾക്കും ഉള്ളിലുണ്ടാകേണ്ടത്. മോശ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ന, കർത്താവായ യേശു ക്രിസ്തു നിന്ദിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് പോലെ, നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പാളയത്തിന് പുറത്ത് നമ്മുടെ യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നാമും പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുക. എനിക്കും നിങ്ങൾക്കുമുള്ള സ്ഥലം പാളയത്തിനകമല്ല, എനിക്കും നിങ്ങൾക്കുള്ളത് അകത്തും ജീവിക്കുവാനല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പാളയത്തിന് പുറത്തേക്ക് കടന്നു ചെല്ലുക. ഞാൻ ഇന്ന് സങ്കീർത്തനം 69 വായിപ്പിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ സങ്കീർത്തനം നിങ്ങൾ പഠിക്കുമെങ്കിൽ ആ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിന്ദകളുടെ ഒരു പുസ്തകമാണ് അത് കാണുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്ന് പറയുന്ന ഒരു വേർഡാണ്, എത്രമാത്രം താൻ നിന്ദിക്കപ്പെട്ടു, എത്രമാത്രം ശത്രുക്കൾ തനിക്കെതിരായിട്ടുണ്ടായി, എത്രമാത്രം തന്നെ പകയ്ക്കുന്നവർ എഴുന്നേറ്റ് വന്നു. ദാവീദ് ഇപ്രകാരം പറയുന്നു, എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികം. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദ് ഇപ്രകാരം പറഞ്ഞ്, ഞാൻ അങ്ങോട്ട് നോക്കി എന്നെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നോ, ഇങ്ങോട്ട് ഞാൻ നോക്കി എന്നെ ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നോ, ഞാൻ ചുറ്റുപാടുകൾ നോക്കിയിട്ട് ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പത്തും ഇപ്പത്തും നോക്കി ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു വ്യക്തിയെ പോലും കാണുവാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിങ്ങളെ കൈവിടാത്തൊരു നല്ല കർത്താവ്, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഈ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളത് ഇന്ന് വിളിച്ചു പറയട്ടെ. എന്താ വേണ്ടത്? മോശ ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇപ്രകാരം മുൻപോട്ട് കടന്നുപോയി. ദാവീദ് പറയുക, ഞാൻ ചെളിയുള്ള ഒരു വലിയ ചേറ്റിലാണ് ഞാൻ താണു കിടക്കുന്നത്, എനിക്ക് പൊങ്ങി വരുവാൻ സാധ്യമല്ല, നിലയില്ലാത്ത വെള്ളത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്, എനിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമായില്ല. ഇന്ന് രാത്രി എൻ്റെ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ആ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ലെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ പറ്റത്തുള്ളെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ വലിച്ച് കരകയറ്റുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ഈ ഹോളിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കരം തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, നിങ്ങളെ വലിച്ചക്കരെ കയറ്റുവാൻ കഴിവുള്ളവൻ, നിങ്ങളെ പരാജയത്തിലേക്ക് വിട്ടുകളയുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയുമെങ്കിൽ, എൻ്റെ കർത്താവേ, എനിക്ക് മുൻപോട്ട് നടക്കുവാൻ സാധ്യമല്ല, ഞാൻ നിന്ദിക്കപ്പെട്ട, ഞാൻ പരിപൂർണമായി എല്ലാവരാൽ തള്ളപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ, ദൈവം ഇന്ന് രാത്രി തൻ്റെ കരങ്ങൾ നീട്ടി നിൽക്കുകയാണ്. സഹോദര, കരങ്ങൾ ഒന്ന് അവൻ്റെ കരങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, സഹോദരി നിന്റെ കരങ്ങൾ അവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുന്നുവെങ്കിൽ, നിന്നെ കൊണ്ട് അക്കരെ നടത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ചുമക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു വലിയ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥ, വളരെ
ബുദ്ധിമുട്ടുള്ള അവസ്ഥ, പകയ്ക്കുന്നതായിരിക്കുന്നൊരവസ്ഥ. എന്താ ഇവിടെ നോക്കിയാലും തന്നെ പകയ്ക്കുക. അങ്ങോട്ട് നോക്കി പകയ്ക്കുന്നവരാ, ഇങ്ങോട്ട് നോക്കിയാൽ പകയ്ക്കുന്നവരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പുകഴ്ത്തുന്നത് കേട്ടുകൊണ്ടിരിപ്പാനല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പകയ്ക്കുന്നുവെങ്കിൽ അത് കേൾക്കുവാനാണ്. സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോണം. മനുഷ്യൻ നമ്മളെ പുകഴ്ത്തുന്നുവെങ്കിൽ എന്തോ കുഴപ്പം നമുക്കുണ്ട്. മനുഷ്യൻ നമ്മെ പകയ്ക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവകൃപയിൽ തന്നെ പോവുക. കാരണമുണ്ട്. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് വേർപെടുത്തിക്കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം ലോകം എന്നെ പകയ്ക്കുന്നുവെങ്കിൽ അതിനൊരു അർത്ഥം ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ്. ലോകത്തെ സ്നേഹിക്കുവാൻ ഞാൻ പോകുന്നുവെങ്കിൽ, ലോകത്തോട് മയത്വത്തിൽ കൂടെ മുൻപോട്ട് കടന്നു പോകാൻ പോകുന്നെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനും എന്നോട് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അവൻ്റെ അടുത്ത് ചെന്ന് രണ്ട് പേർക്ക് അടിക്കാൻ പറ്റും, അങ്ങോട്ട് മാറിയാൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രിയ സഹോദര, മനസ്സിലാക്കണം. ലോകത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ലോകം നിനക്ക് എതിരാകത്തില്ല. എന്നാൽ ഒരു സ്റ്റെപ്പ് ഇന്നലെ വരെ എൻ്റെ കൂട്ടുകാരനോടുകൂടി ഞാൻ കുടിച്ചവനാ, എന്നാൽ ഞാൻ ഇന്നത് ചെയ്യത്തില്ലെന്ന് മാറി പറയുമ്പോഴാണോ, തീരുമാനമെടുക്കുമ്പോഴാണോ ലോകം നമുക്കെതിരായിത്തീരുന്നത്. ഇവനാണോ ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം എൻ്റെ പിന്നാലെ കടന്നു വരുന്നത്. ശ്രദ്ധിച്ചോണേ, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ദൈവകൃപയിൽ തന്നെയാണ് നിൽക്കുന്നുവെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവമക്കൾ മനസ്സിലാക്കുന്ന വിഷയമുണ്ട്. ലോകത്തോട് പറ്റിച്ചേർന്ന് ഇരികിച്ചേർന്ന് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഏതോ വലിയ അപകടത്തിലാണ് ഞാൻ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കൾക്ക് വേണ്ടത് ഒരു കാര്യം, അതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ലോകം നമ്മെ പകയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ വേദപുസ്തകം പറയുന്നത്? അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുണ്ടായി. നിങ്ങൾക്കറിയാം, വായിച്ചോട്ടെ, പെട്ടെന്ന് വായിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 5 verse 10 to 12 and 16th chapter verse 24 to 27. 1 Corinthians chapter 3 verse 12 to 15. 1 Corinthians chapter 3 verse 12 to 15. 2 Corinthians chapter 1 verse 5. 2 Corinthians chapter 1 verse 5. Chapter 4 verse 16 to 18. Chapter 4 verse 16 to 18. 2 Timothy chapter 2 verse 11 to 13. 2 Timothy chapter 2 verse 11 to 13. Philippians chapter 1 verse 29. Philippians 1:29. 1 Peter chapter 4 verse 11 to 16. 1 Peter chapter 4 verse 11 to 16 and 1 John chapter 2 verse 28. 1 John chapter 2 verse 28. ഒന്ന് വായിച്ചിട്ട് മാത്യു ചാപ്റ്റർ 5 verse 10 to 12 പെട്ടെന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവ ഭാഗ്യവാന്മാർ. പ്രൈസ് ഗോഡ്. യെസ്, താഴെ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും എന്ത് വേണം? പ്രൈസ് ഗോഡ്. സന്തോഷിച്ചുല്ലസിപ്പീൻ. എന്താ അവിടെ നിങ്ങളെ കൊണ്ട് അവർ പറയുവാനിടയായി തരും? അതിൻ്റെ റീസണബിൾ കാര്യമാണ്. റീസണബിളാണ്. ജോലി ചെയ്താൽ, ഒരു മാസം ജോലി ചെയ്താൽ ശമ്പളം കിട്ടണമെന്നുള്ളത് റീസണബിൾ ആയിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ചാൽ കളവായി പറയണമെന്നുള്ളത് റീസണബിളാണ്. വായിച്ചു ഫിലിപ്പീൻസ് ചാപ്റ്റർ 1 verse 29. ഫിലിപ്പീൻസ് 1:29. ഫിലിപ്പീൻസ് 1:29. അത് ദൈവം തന്നെ, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഏതാ ദൈവം വെച്ചത്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം തന്നിരിക്കുന്നു. അവന് വേണ്ടി കഷ്ടം അനുഭവിക്കണം. മോശ തിരഞ്ഞെടുത്തു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം. എങ്ങനെയാണ് കഷ്ടം അനുഭവിക്കേണ്ടത്? അതുകൊണ്ടൊന്ന് വായിച്ചു. 1 Peter chapter 4 verse 11 to 16. എങ്ങനെ കഷ്ടം അനുഭവിക്കണം? എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്? വെറുതെ ഞാൻ കഷ്ടം അനുഭവിക്കുന്നു പറയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. വായിച്ചാട്ട് ആ വ്യവസ്ഥ.
യെസ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അഗ്നിശോധന കടന്നു വന്നത് ഒരു അഗ്നിശോധനയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് ഇതൊരു അപൂർവ കാര്യം സംഭവിച്ചുവെന്ന് നിങ്ങൾ പറയരുത്. ഇതൊരു അപൂർവ കാര്യമല്ല, ഇതൊരു സാധാരണപ്പെട്ട വിഷയമാണ്. അഗ്നിശോധന ദൈവമക്കൾക്കുണ്ടോ? ഇറ്റ്സ് ലോജിക്കലി അത് സത്യമാണ്, അതുണ്ടാകണം താഴെ. എന്നാൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? അതുകൊണ്ട് എന്ത് ചെയ്യുക? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുക. എന്നിട്ട് 15-ാമത്തെ വാക്യം. മനസ്സിലായോ? കഷ്ടം അനുഭവിക്കേണ്ടത് നല്ല കാര്യമാണ്, പക്ഷേ കൊലപാതകനായിട്ടല്ല കഷ്ടം അനുഭവിക്കേണ്ടത്, കള്ളം പറഞ്ഞിട്ടല്ല കഷ്ടം അനുഭവിക്കേണ്ടത്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കരുത്. പിന്നെയോ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിച്ചാൽ അതാ ദൈവത്തിന് പ്രസാദം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി കഷ്ടം സഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുമ്പോട്ട് പോകട്ടെ. മോശ എന്ത് മനസ്സിലാക്കി? ക്രിസ്തുവിൻ്റെ നിന്നയാണ് വലിയ ധനം. അത് മോശ മനസ്സിലാക്കി. എന്തുകൊണ്ട് തനത് മനസ്സിലാക്കി? ഞാൻ പറഞ്ഞു വന്നത്, മോശ മനസ്സിലാക്കിയത് തന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കഷ്ടം അനുഭവിപ്പാനാണ്. സുഖസൗകര്യങ്ങളുടെ പിന്നാലെ നടക്കുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർപെട്ട് കഷ്ടം അനുഭവിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ ഒരു തിരഞ്ഞെടുപ്പ്, മൂന്നാമത്തെ പ്രത്യേകത, it signifies great intimacy of identification. It signifies great intimacy of identification. എന്താ ഈ പ്രത്യേകം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത്, നിന്ന സഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവത്തോടുള്ള നമ്മുടെ ഇൻറ്റിമസിയുടെ അടയാളമാണ്. ദൈവത്തോട് നമ്മൾ ഏറ്റവും അടുത്തായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം. എന്താ അടയാളം എന്ന് പറയുന്നത്? ഒരു വാക്യം വായിച്ചാട്ട്, ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 4 and 5. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശൗല് അഥവാ പൗലോസ് ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കളെ, ശിഷ്യന്മാരെ കൊന്നെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈവൻ സ്തേഫാനോസിൻ്റെ മരണത്തിൽ കല്ലെറിയുന്നതിൻ്റെ കൂട്ടത്തിൽ താനും ഒരാളായിട്ടിരുന്ന് ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, ആ പൗലോസ്, ആ ശൗല് ദമസ്കോസിലേക്ക് പോകുന്ന സമയത്ത് ദൈവം സൂര്യനെ കവിയുന്നൊരു വെളിച്ചം കണ്ട് താൻ വീഴുവാനിടയായിത്തത്. വീണ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പൗലോസിനോട് പറഞ്ഞൊരു കാര്യമാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്താ? നിങ്ങൾ മനസ്സിലാക്കി, ഈ വേർഡ് ഒന്ന് സ്ട്രെസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ ശൗല് അല്ലെങ്കിൽ ഈ പൗലോസ് കർത്താവായ യേശുവിനെ ഉപദ്രവിച്ചില്ല. പിന്നെ ഉപദ്രവിച്ചത് ദൈവത്തിൻ്റെ മക്കളെയാ, ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം വന്ന് ദൈവ ക്രിസ്ത്യാനിയായി തീർന്നവരെയാണ് ഈ ശൗല് ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നത്. അവരെയാണ് ശൗൽ ഉപദ്രവിച്ചുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ശൗലിനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വേർഡാണ്, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ച ഉപദ്രവം എന്ന് പറയുന്നത് അവരുടെ മുകളിൽ മാത്രമല്ല, പിന്നെയോ ഇത് ഡയറക്റ്റ്ലി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചെയ്ത ഒരു ഉപദ്രവമാണ്. ഉപദ്രവിച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ്, പക്ഷേ ഡയറക്റ്റ്ലി കടന്നു വന്നിരിക്കുന്നത് യേശുവിന് മേലാണ്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുവെങ്കിൽ, നിങ്ങളെ അല്ല ഉപദ്രവിക്കുന്നതോ, പിന്നെയോ നിങ്ങളിൽ ഒരു നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ നാമം ക്രിസ്തുവിൻ്റെ നാമമാകയാൽ ആ ഉപദ്രവം വഹിക്കുന്നത് കർത്താവായ യേശുവ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ബന്ധമുണ്ട്, ഇൻറ്റിമസി ഉണ്ട് നിങ്ങളും യേശുവുമായിട്ട്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? മോശ ഒന്ന് തെരഞ്ഞെടുത്തു, ക്രിസ്തുവിൻ്റെ നിന്ന തെരഞ്ഞെടുത്തപ്പോൾ മോശ അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടത, മോശ ഏറ്റെടുത്ത കഷ്ടത, അത് ക്രിസ്തുവിൻ്റെ നിന്നയായി മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നു. എന്താ ഈ വാക്ക് വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം, കൊലോസിയൻസ് ചാപ്റ്റർ 1, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, വേഴ്സ് 24.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ, ശ്രദ്ധിക്കുക വേർഡ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പം കഷ്ടം അനുഭവിക്കുന്നു. ഈ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കഷ്ടം അനുഭവിക്കുന്നത്. എന്തിനാ കഷ്ടം അനുഭവിക്കുന്നേ? അതിൻ്റെ കാരണം താഴെ പറയുന്നു, വായിച്ചോട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു സഹിക്കേണ്ട കഷ്ടത കുറഞ്ഞുവെന്നല്ല. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ഇപ്രകാരം പറയുവാനിടയായിട്ട്, നിങ്ങൾക്കറിയാം, ക്രൂശിൽ കിടന്നുകൊണ്ട് പുളിച്ച കാടി കുടിക്കുവാൻ കൊടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു വേർഡുണ്ട്, സകലതും നിവർത്തി, ഇറ്റ്സ് ഫിനിഷ്. എന്തുവാ ഫിനിഷായത്? ഈ ലോകത്തിൽ താൻ അനുഭവിക്കേണ്ട കഷ്ടത ഫിനിഷ് എന്ന് പറഞ്ഞാൽ, ദൈവം എത്രത്തോളം യേശു ക്രിസ്തു കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചുവോ ആ അളവ് വരെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത പൂർണ്ണമായത് പെർഫെക്റ്റ് ആയിരുന്നു. പൂർണ്ണമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവ് വന്നിട്ടുണ്ടോ? എന്താ അവിടെ പറയുന്ന വേർഡ്? അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആരെല്ലാം ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാം ഈ ശരീരവുമായിട്ട് ചേർന്നിട്ടുണ്ട്, അവക്കെല്ലാം എന്തോ ഉണ്ട്, കഷ്ടം വഹിക്കുവാനായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ ഞാൻ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഞാൻ ചേരണമെങ്കിൽ എനിക്ക് ഒരു കഷ്ടത വഹിപ്പാനുണ്ട്. ഞാനത് വഹിച്ചേ പറ്റത്തുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ വഹിക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി. പക്ഷേ ഇനി എന്താണ് പൂർണ്ണമാകേണ്ടത്? സഭയ്ക്കുള്ള കഷ്ടതയുടെ ഒരു കംപ്ലീറ്റ്നെസ്. സഭയെ ദൈവം വെച്ചിരിക്കുന്നത് മുള്ളിനിടയിലാണ്. ഏത് സമയത്തും മുള്ളുകൊണ്ട് മുറിയുവാൻ സാധിക്കുന്ന ഒരു നല്ല റോസാപുഷ്പം പോലെ സഭയെ വെച്ചിരിക്കുമ്പോൾ, സഭ ഏത് സമയത്ത് കുത്തുകൾ ഏൽക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ആ സഭയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഓരോ സമയത്തും സഭയ്ക്ക് കുത്തുകൾ ഏൽക്കുമ്പോൾ സഭയിൽ കൂടെ വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ റോസാപ്പൂവിൻ്റെ സൗരഭ്യ വാസനയാണ് സഭയിൽ കൂടെ വെളിപ്പെടുന്നത്. എനിക്കും നിങ്ങൾക്ക് കുത്തുകൾ ഏൽക്കുമ്പോൾ എന്നിലും നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്നത് അരമനാഥനാകുന്ന യേശുവിൻ്റെ സൗരഭ്യമാണ് എന്നുള്ളത് സത്യമാണ്. അത് വെളിപ്പെടുത്തുവാനാണ് ഈ കഷ്ടത. പക്ഷേ എനിക്ക് ദൈവം അത് വെച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിക്കേണ്ട കഷ്ടതയിൽ കൂടി ഞാൻ കടന്നു പോകണം. അതിൻ്റെ അർത്ഥം രോഗം വന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിലോ ഭാരപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ദാസൻ വിളിച്ചു പറയുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കണമെങ്കിൽ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വരണമോ, ഏതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വരണമോ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വരണമോ, ആ സകല ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് കടന്നു പോകുന്നവനാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായിട്ടുള്ളത്. സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൗലോസ് പറയുകയാണ്, കൊലോസ്യ സഭയെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല അനുഭവിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കഷ്ടതയുടെ പെർഫെക്റ്റ്നെസ്സിലേക്ക്, എന്നെ വെച്ചിരിക്കുന്ന അളവിലേക്ക് ഞാൻ അതിനുവേണ്ടി കഷ്ടം അനുഭവിക്കുക. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ വേർഡ് നിങ്ങൾ മനസ്സിലായോ? പൗലോസ് ഒരു കാര്യം മനസ്സിലാക്കി. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് കഷ്ടപ്പെടുമ്പോൾ അത് പൗലോസിൻ്റെ ശരീരമാണ് കഷ്ടപ്പെടുന്നതെങ്കിലും, കഷ്ടപ്പെടുന്ന പൗലോസിൻ്റെ ശരീരം മാത്രമല്ല, അരുമനാഥനാകുന്ന യേശുവിൻ്റെ ശരീരമാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു. അന്നാളിൽ അവരോട് വന്ന് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ആ നാളിൽ അവർക്ക് യേശുവിനോട് ചോദിച്ചു, ഗുരു, എപ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ വിശപ്പുള്ളവനായി കണ്ടത്? എപ്പോൾ നിന്നെ ദാഹിക്കുന്നവനായി കണ്ടു? യേശു പറഞ്ഞൊരു വേർഡുണ്ട്, ഈ ചെറിയ സഹോദരന്മാരിൽ ചെയ്തത് എനിക്ക് വേണ്ടിയാ ചെയ്തത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ഇതിനകത്ത് രണ്ട് ആത്മീയ മർമ്മങ്ങളുണ്ട്. ഒന്ന്, ഈ ചെറിയവരിൽ ഒരുവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തിയാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമുമ്പിൽ
കൺമണിയെ തൊടുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയപ്പിടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം. ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പദവി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടത എന്നിൽ പങ്കുള്ളവരാകുവാൻ തക്കവണ്ണം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം എൻ്റെ മേൽ വിളിക്കപ്പെട്ട ആ നാമം എൻ്റെ മേൽ ഇരിക്കുന്ന മുഖാന്തരമായിട്ട് അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മോശെ അത് മനസ്സിലാക്കി. എനിക്ക് വേണ്ടത് കൊട്ടാരത്തിലെ സുഖസൗകര്യമല്ല, എനിക്ക് വേണ്ടത് മിസ്രൈമിലെ നിക്ഷേപമല്ല, എനിക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ നിന്നയാ, എനിക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ നിന്നയാ. കർത്താവായ യേശുവിനോടുകൂടെ നിന്ന സഹിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. അതാണ് മോശ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നത്. മോശ ശ്രേഷ്ഠനായി മാറ്റപ്പെടുവാനുള്ള കാരണം, മുൾപ്പടപ്പിൽ വെച്ച് സ്വർഗ്ഗത്തിലെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുവാനുള്ള കാരണം മോശ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചതുകൊണ്ടല്ല. തൻ്റെ ജീവിതത്തെ നേരത്തെ തന്നെ ഒരുക്കിക്കൊണ്ട് ചില ജീവിതങ്ങൾ, ചില കാര്യങ്ങളിൽ പക്വതപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട് നിൽക്കുവാൻ മോശയ്ക്ക് സാധ്യമായി തീർന്നത്. മോശയ്ക്ക് ദൈവിക വെളിപ്പാട് കാണുവാൻ സാധിച്ചുവെങ്കിൽ ദൈവം തന്നെ പറയുന്നു, വിശ്വസ്തനായിട്ട് മോശയെ പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിരുന്നത്? കൊട്ടാരത്തിൻ്റെ നിക്ഷേപമല്ല, ക്രിസ്തുവിൻ്റെ നിന്ന് ഏറ്റെടുക്കുവാൻ തനിക്ക് മനസ്സുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരുമ്പോൾ നമ്മൾ പഴിക്കും, നമ്മൾ ദൂഷിക്കും, നമ്മൾ പറയും ഞാൻ എന്തിനായി ഇതിന് പിന്നാലെ കടന്നു പോകേണ്ടത്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്ദകൾ പഴികൾ കടന്നു വരുമ്പോൾ പിന്മാറുന്ന ഒരു അനുഭവമല്ല ദൈവമക്കൾക്ക് വേണ്ടത്. പകരം ദൈവമക്കൾ ഏറ്റെടുക്കുന്ന ഒന്നാണ്, എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ഇത്രത്തോട് സഹിപ്പാൻ ദൈവം എന്നെ യോഗ്യനാക്കിയല്ലോ, ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അത് കാണുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഭാരം അനുഭവിക്കേണ്ടി വരുമ്പോൾ, നിന്ദകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ഉറ്റവർ ഉടയവർ എന്നെയും നിങ്ങളെ പകയ്ക്കുന്ന ആ സ്ഥാനത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ ദൈവത്തിന് വേണ്ടി ഇത്രത്തോട് സഹിപ്പാൻ ദൈവം എന്നെ യോഗ്യനാക്കിയല്ലോ. ഇതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. അടികളേറ്റ് തൻ്റെ ശരീരം മുഴുവൻ കീറപ്പെട്ടവരായിട്ട് വെളിയിൽ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി അടികൾ ഏൽക്കുവാൻ ദൈവം ഞങ്ങളെ യോഗ്യന്മാരാക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാഴ്ചപ്പാട് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. എൻ്റെ ജീവിതത്തിൽ ആ കാഴ്ചപ്പാട് കടന്നു വരട്ടെ. എൻ്റെ ദൈവത്തിന് വേണ്ടി നിന്ദകൾ ഏൽക്കുവാൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി ദൂഷികൾ ഏൽക്കുവാൻ, ഏൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകണം, ആനന്ദം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കണം. എൻ്റെയും നിങ്ങളുടെ ഉള്ളിലെ സന്തോഷമാണോ സകലതും സഹിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി മോശ എടുത്ത തീരുമാനത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? കൊട്ടാരത്തിലെ നിക്ഷേപം എനിക്ക് വേണ്ട, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ, ക്രിസ്തുവിൻ്റെ നിന്ന് ചുമക്കുവാൻ എനിക്കും ഒരുക്കമാണ്. ക്രിസ്തുവിൻ്റെ നിന്ന് ചുമക്കുവാൻ എനിക്ക് ഒരുക്കമാണ്. എല്ലാ കണ്ണുകൾ ശാന്തമായിട്ട് അടയട്ടെ.